കേരളത്തിലെ ജയിലുകളിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരള സംസ്ഥാനത്തിലാകെ 58 ജയിലുകളാണ് ഉള്ളത്. അതിൽ ശരിക്കും 7014 പ്രതികൾക്ക് ഉള്ള സൗകര്യം മാത്രമേ കേരളത്തിലുള്ളൂ. പക്ഷേ ഇപ്പോഴ് കേരളത്തിലെ ഈ 58 ജയിലുകളിലായിട്ട് ഏകദേശം 9914 പേരാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് കിടക്കുന്നത്. ജയിലുകളിൽ പ്രധാനമായിട്ടും 3-4 കാറ്റഗറിയിലുള്ള ആളുകളാണ് കിടക്കുന്നത്. ഒന്ന്, ശിക്ഷിക്കപ്പെട്ടവർ, വിചാരണയൊക്കെ കഴിഞ്ഞ് കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതികൾ. പിന്നെ കുറേ പേര് അണ്ടർ ട്രയൽ, UT എന്ന് പറയും, അതായത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പ്രതികൾ. പിന്നെ കുറച്ച് ആളുകൾ റിമാൻഡ് പ്രതികളുണ്ട്. ഇപ്പോൾ എത്ര ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്ക് അല്ലെങ്കിൽ 90 ദിവസത്തേക്ക്, അങ്ങനെ 14 ദിവസത്തേക്കാണ് ഒരു തവണ റിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ റിമാൻഡ് പ്രതികൾ. പിന്നെ മറ്റ് വിഭാഗക്കാർ, കരുതൽ തടങ്കൽ അതുപോലുള്ള ആളുകൾ. അങ്ങനെ കേരളത്തിൽ മൊത്തവും ഏതാണ്ട് 9914 പ്രതികളാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് ജയിലിൽ കിടക്കുന്നത്. കേരളത്തിലെ ജയിലുകളിൽ വളരെ വലിയ സുഖ സൗകര്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വലിയ വേതനമാണ് നമ്മുടെ തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ അതുപോലുള്ള ആശാ വർക്കർമാർക്കോ ഒക്കെ കിട്ടുന്നതിനേക്കാളും വലിയ വേതനമാണ് ജയിൽ പുള്ളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരമാണെങ്കിൽ വളരെ നല്ല ആഹാരം. ശരിക്കും ഡോക്ടേഴ്സാണ് വന്ന് മെനു കുറിക്കുന്നത്. തിങ്കളാഴ്ച മട്ടന്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബീഫ്, ബുധനാഴ്ച ചിക്കന്, അല്ലെങ്കിൽ വ്യാഴാഴ്ച മീന്, അങ്ങനെ ഓരോ ദിവസത്തെയും മെനു കുറിച്ചാണ് തടവുകാർക്ക് ആഹാരം കൊടുക്കുന്നത്, ശിക്ഷിക്കപ്പെട്ടവർക്ക്. പക്ഷേ ഈ സമയത്ത് തന്നെ നമ്മുടെ സ്കൂളുകളിലെ കൊച്ചുകുട്ടികൾക്ക് കഞ്ഞിയും പയറുമാണ് കൊടുക്കുന്നത്. വളരെ നിലവാരം കുറഞ്ഞ ആഹാരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജയിൽ പുള്ളികൾക്ക് വളരെ ഉന്നത നിലവാരത്തിലുള്ള ആഹാരമാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതിൻ്റെ കൂട്ടുള്ള ആഹാരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം, അവരുടെ വൈദ്യപരിശോധന, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നീട് അവരുടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്താണ് തമിഴ്നാട് ഗവൺമെൻറ്, വിജയ് സർക്കാർ, അവിടുത്തെ തടവുകാർക്ക് വെജിറ്റേറിയൻ ആഹാരം കൊടുത്താൽ മതി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കഞ്ഞിയും പയറും കൊടുത്താൽ മതി, വെജിറ്റേറിയൻ ആഹാരം കൊടുത്താൽ മതി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു തീരുമാനമാണ്. ഇവിടെ അങ്ങനെ ആയിരുന്നു. പണ്ട് ജയിലിൽ പോകുന്നവരെ പറ്റി ആളുകൾ പറയുന്നത് ഗോതമ്പുണ്ട കഴിക്കുക. അതായത് ഗോതമ്പ് ഉരുട്ടി അതാണ് ആഹാരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റേ ഈ ചിക്കനും മട്ടനും ആ പ്രയോഗമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ഇതെല്ലാം മാറി എല്ലാ സുഖ സൗകര്യങ്ങളും, എല്ലാ ലക്ഷറി ഫുഡും അതുപോലെ തന്നെ സൗകര്യങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകൾ ഒന്ന് തീഹാർ ജയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ തീഹാർ ജയിലാണ്. നമ്മുടെ പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ അവിടെയാണ് ശിക്ഷിക്കപ്പെട്ട് കിടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രുദ്രപ്രയാഗിൽ ഒരു വലിയ ജയിലുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ പരപ്പന അഗ്രഹാർ ജയിൽ എന്ന് പറയുന്ന ജയിലുണ്ട്. അവിടെയാണ് ജയലളിതയൊക്കെ ശിക്ഷിക്കപ്പെട്ട് കിടന്നിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ നമ്മുടെ വിയൂർ ജയിലുണ്ട്. അതുപോലെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലുണ്ട്. അങ്ങനെ ഒരുപാട്, പിന്നെ വനിതകൾക്കായിട്ട് മാത്രമുള്ള അട്ടക്കുളങ്ങര ജയിലുണ്ട്. അങ്ങനെ ഒരുപാട് ജയിലുകളുണ്ട്. ഈ ജയിലുകളിലൊക്കെ തന്നെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് പ്രതികളെ കൊണ്ട് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതികളാവുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ വലിയ പ്രയാസമോ അല്ലെങ്കിൽ മനപ്രയാസമോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കയറുന്ന സമയത്ത് തന്നെ ഒരടി കിട്ടുമായിരുന്നു, നടയടി എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോഴതൊന്നുമില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ആളുകൾക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഇത് അല്പം കൂടിപ്പോകുന്നു എന്നുള്ളതാണ് ജനപക്ഷം. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല ഈ ജയിൽ പുള്ളികളുടെ വേതനം കൂട്ടിയിട്ടുള്ളത്. അതൊരു അഖിലേന്ത്യാ തലത്തിൽ വന്നൊരു സംഭവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കൂട്ടിയിരിക്കുന്നത്. പക്ഷേ അതൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. നമുക്കറിയാം, ജയിലിൽ കിടക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ യാദർച്ഛ്യമായിട്ട് പറ്റുന്ന തെറ്റുകൾ കാണും, അല്ലെങ്കിൽ അവരെ കാറ്റഗറി ചെയ്യണം. ജയിലിൽ തന്നെ അവരുടെ സ്വഭാവം, അവരുടെ രീതി നോക്കിയിട്ട് നല്ല സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ കുറ്റത്തിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ക്രിമിനോളജിയിലൊക്കെ പറയുന്നുണ്ട്. അത് ഈ അവർക്ക് നന്നാവണമെന്ന് തീരുമാനം ഉള്ളവർ, ആഗ്രഹമുള്ളവർ, അവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരു ക്രീമി ലെയറാക്കി കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് സുഖ സൗകര്യങ്ങൾ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ സാധാരണ ഈ ഉഗ്രമായിട്ടുള്ള ക്രിമിനലുകൾക്ക് ഇത്രമാത്രം സുഖ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യമാണ്. അതുപോലെ ഈ നോൺ വെജ് ആഹാരം കൊടുക്കുമ്പോൾ ഇവർ കുറേ കൂടെ അക്രമകാരികളാകാനാണ് സാധ്യത. ഈ അമേരിക്കയിലെ ഒരു കാഴ്ചബംഗ്ലാവിൽ ഒരു പഠനം നടത്തി. നമുക്കറിയാം, സിംഹവും കടുവയും ഒക്കെ
വളരെ വലിയ പരാക്രമശാലികളാണ്. പക്ഷേ ഈ സിംഹത്തിനും കടുവായ്ക്കൊക്കെ ഏകദേശം ഒരു 6 മാസം നല്ല ഇഡലിയും സാമ്പാറും മാത്രം കൊടുത്തു. വേറെ നോൺ വെജ് ഫുഡൊന്നും കൊടുത്തില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിംഹവും കടുവയും ഒക്കെ വളരെ ശാന്ത സ്വഭാവരായി കാണപ്പെട്ടു. അക്രമ വാസന അവർക്കില്ലാതായി. അപ്പോൾ അങ്ങനെ ഈ ആഹാരം ഒരു വലിയ ഘടകമാണ് ഈ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് ജയിലിൽ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് അതുപോലെ തന്നെ ലക്ഷറി ഫുഡ് ഒക്കെ കൊടുക്കുന്നത് വളരെ ആലോചിച്ചും കരുതലോടും കൂടി വേണം എന്നുള്ളതാണ് ജനപക്ഷം.